ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സൃഷ്ടിയാണെങ്കിലും കിരണിനെ കെട്ടിപ്പിടിക്കുകയാണ്. കോൺസ്റ്റബിൾ വന്നിട്ടാണെങ്കിൽ സമയം കഴിഞ്ഞെന്ന് പറയുകയാണ്. സൃഷ്ടിയും പ്രീതയും ആണെങ്കിൽ വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. പ്രീതയാണെങ്കിൽ കിരണിനെ തന്നെ നോക്കി നിൽക്കുകയാണ് പോകാൻ മടിച്ചിട്ട്. വീണ്ടും കോൺസ്റ്റബിൾ ഓർമ്മിപ്പിക്കുകയാണ് സമയം കഴിഞ്ഞെന്ന്. പ്രീതയാണെങ്കിൽ മടിച്ച് കിരണിൻ്റെ അടുത്ത് നിന്നും പോവുകയാണ്. വൃത്തിയാണെങ്കിൽ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. മനസ്സിൽ വിചാരിക്കുകയാണ്, പ്രീതയാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. പ്രീത ഇനിയും തൊട്ട് കിരണിനെ കാണാൻ പോകാനോ സംസാരിക്കാനോ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ സ്വയം പറയുന്നു. പ്രീത ആദ്യം എനിക്ക് ശല്യമായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ അവളെ ഒരുപാട് ഇഷ്ടമാണ്. അവളെ ഇനി ആർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നു. അതേസമയം കിരണാണെങ്കിൽ ജയിലിൽ വെച്ച് ചിന്തിക്കുകയാണ്, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന്. പക്ഷേ പ്രീത വന്നതുകൊണ്ട് എനിക്ക് നല്ല മനസ്സിന് സമാധാനമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പോലും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നു. കിരൺ വിചാരിക്കുകയാണ്, പ്രീത ഇവിടെ നിന്നും പോകാൻ നേരത്ത് എന്നെ നോക്കിയത് ഒരു പ്രത്യേക തരത്തിലാണ്. എന്തോ പറയാനുള്ളത് പോലെ തോന്നി. അതെന്തായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു. പ്രീതയുടെ അമ്മ സർലയാണെങ്കിൽ കിരണിൻ്റെ അമ്മയെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തിട്ട് പറയുകയാണ്, സമാധാനമായിട്ടിരിക്കണം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഷേർലിൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പൃഥ്വി അന്വേഷിച്ചു വരികയാണ്. പ്രീതയാണെങ്കിൽ വെളിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഷേർലിൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഷേർലിൻ ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളെ വന്ന് തട്ടുകയാണ്. സൃഷ്ടിയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് വരികയായിരുന്നു. സൃഷ്ടിക്ക് മനസ്സിലാകുന്നുണ്ട് പ്രീതയെ മനഃപൂർവ്വം ഷേർലിൻ തള്ളിയതാണെന്ന്. സൃഷ്ടിയാണെങ്കിൽ ദേഷ്യത്തിന് വന്ന് ഷേർലിനെ തള്ളി താഴെയിടുകയാണ്. സൃഷ്ടിയും ഷേർലിനും ആണെങ്കിൽ വീണ്ടും വഴക്കാകുകയാണ് തള്ളിയിട്ടതിന്റെ പേരിൽ. ഷേർലിൻ ആണെങ്കിൽ സൃഷ്ടിയുടെ അമ്മയെ കുറ്റം പറയാണ്. അത് കേൾക്കുമ്പോൾ പ്രീതയ്ക്കും ദേഷ്യം വരുന്നു. പ്രീത പറയാണ്, എൻ്റെ അമ്മയെ മാത്രം കുറ്റം പറഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല എന്ന്. ഷേർലിൻ അപ്പോൾ ചോദിക്കുകയാണ്, നിന്റെ അമ്മ പറഞ്ഞതല്ലേ നമ്പ്യാർ ഫാമിലിയുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന്, എന്തിനാണ് നീ എന്നിട്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു. പ്രീത അപ്പോൾ പറയണം, ഞാൻ ആരോടൊക്കെ റിലേഷൻ വെക്കുന്നുവെന്ന് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. നിന്റെ വയറ്റിലാണെങ്കിൽ ഒരു കൊച്ചു വരെയുണ്ട്. എന്നിട്ട് നീ വേറൊരാളെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഞാൻ തീരുമാനിച്ചാൽ നിന്റെ പല കാര്യങ്ങളും പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ പുറത്താക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രീത സൃഷ്ടിയും വിളിച്ചുകൊണ്ട് പോകുന്നു. പ്രീതയും സൃഷ്ടിയും വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലാണെങ്കിൽ പൃഥ്വിയും ഉണ്ടായിരുന്നു. പൃഥ്വി അപ്പോൾ പറയണം, ഞാൻ വന്നത് കല്യാണക്കുറി കാണിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന്. സർലയാണെങ്കിൽ പ്രീതയെ വഴക്ക് പറയുകയാണ്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. സൃഷ്ടിയാണെങ്കിൽ ആദ്യം കള്ളം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സർല പറയുന്നുണ്ട്, നീ കള്ളം പറയണ്ട, എനിക്കെല്ലാം അറിയാമെന്ന്. പ്രീത അപ്പോൾ പറയുന്നുണ്ട് കിരണിനെ കാണാൻ പോയതാണെന്ന്. സർലയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. സർല പറയാണ്, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഇനി ആ കുടുംബത്തിൽ പോയിട്ട് ആരെയും കാണരുതെന്ന്, പിന്നെ എന്തിനാണ് നീ പോലീസ് സ്റ്റേഷനിൽ പോയതെന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങളപ്പോൾ അനുസരിക്കത്തില്ലേ, നിങ്ങൾ അമ്മ പറയുന്നത് കേൾക്കില്ലേ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി വഴക്ക് പറയുകയാണ്. ഇപ്പോൾ പൃഥ്വിയാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പൃഥ്വിയാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞത്. ഇവൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് കള്ളം പറയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. പൃഥ്വിയാണ് വീട്ടിൽ വന്ന് പറഞ്ഞതെന്ന് കേൾക്കുമ്പോൾ പ്രീതയ്ക്കും സൃഷ്ടിക്കും ശരിക്കും ഷോക്കാകുന്നുണ്ട്. സർലയാണെങ്കിൽ വീണ്ടും പ്രീതയും സൃഷ്ടിയും വഴക്ക് പറയുകയാണ്. പ്രീതയോട് പറയാണ്, നിന്നെ വീണ്ടും വീണ്ടും എല്ലാവരും അപമാനിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല പൃഥ്വിക്കും അത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. പൃഥ്വി അപ്പോൾ പറയാണ്, ആൻറ്റി പറഞ്ഞതെല്ലാം ശരിയാണെന്ന്. പ്രീതയപ്പോൾ അമ്മയോട് പറയാണ്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, കിരൺ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്